ഹായ്. മൈം ഇന്ന് വന്നിരിക്കുന്നത് വള്ളുവനാട്ടിലാണ്. വള്ളുവനാടിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. 13 വർഷങ്ങൾക്ക് മുമ്പ് മോഡേൺ ഡ്രസ്സുകളെ കുറിച്ച് പരിചയപ്പെടുത്തി തന്ന ലോലിപോപ്പ് എന്ന ഈ കുഞ്ഞു കടയുടെ വിശേഷങ്ങളാണ് മൈം ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഷോപ്പിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഇമ്പോർട്ടൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കളക്ഷനാണ് എനിക്ക് തോന്നിയത്. അത് ടോയ്സിലായാലും ഡ്രസ്സസിലായാലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള സെറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞ് കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി കളക്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞു കുട്ടികളുടെ ഈ ഡ്രസ്സ് കാണുമ്പോൾ ആർക്കും എടുക്കാൻ തോന്നുന്ന രീതിയിലാണ് അവർ അതിൻ്റെ ഡിസ്പ്ലേയിലും സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോഡക്റ്റും അങ്ങനെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുഞ്ഞു ബേബീസിന് വേണ്ട ആക്സസറീസും അതുപോലെ തന്നെ ഡ്രസ്സസും ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ കേട്ടോ ഇത്. വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കുഞ്ഞ് ജനിച്ചാൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യത്യസ്ത ഗിഫ്റ്റ് ഓപ്ഷനുകൾ. അതിലൊരു പ്രത്യേകത മൈമിയുടെ ഗിഫ്റ്റുകൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. മൈമിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഗിഫ്റ്റ് പ്രോഡക്ട്സ് എല്ലാം ലോലിപോപ്പിൽ അവൈലബിൾ ആണ്. മുപ്പത്തിമൂന്ന് പ്രോഡക്റ്റുകൾ, അതും കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യം വരുന്ന 33 പ്രോഡക്റ്റുകളുള്ള വളരെ വലിയൊരു കിറ്റാണ് കേട്ടോ ലോലിപോപ്പിലുള്ളത്. ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഈ ഷോപ്പിൽ വലിയവർക്കും ഉണ്ട്. ലേഡീസിനുള്ള ഒട്ടനവധി കളക്ഷൻസ് ലോലിപോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ബോയ്സിന് ഇനി കളക്ഷൻ കിട്ടിയില്ലെന്ന് പറയരുത് കേട്ടോ. ലോലിപോപ്പിലോട്ട് പോവാ, ഇവിടെ ഉണ്ട് പുതിയ ട്രെൻഡി ആയിട്ടുള്ള ബോയ്സിനുള്ള ഒട്ടനവധി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഫൈസ്ലീവ് ഒരു ട്രെൻഡ് അല്ലേ, ഇപ്പൊ ഏതെടുത്താലും ഇഷ്ടംപോലെ ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. എനിക്ക് ഒറ്റപ്പാലത്തുകാരോട് പറയാനുള്ളത്, ലോലിപോപ്പിൽ ഒന്ന് വരണം, ഒന്ന് കയറി ഇവിടുത്തെ ആംബിയൻസ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യും, അതിനുള്ളത് ഉണ്ട് ഇവിടെ. ഓക്കെ, വാങ്ങിക്കേ.